ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്ന സി.പി. രാധാകൃഷ്ണന് കിട്ടിയ അധിക വോട്ടുകൾ ഭാവിയിലെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശാസൂചികയായി മാറും. എൻ.ഡി.എയുടെ 422 എംപിമാരുടെയും വൈ.എസ്.ആർ കോൺഗ്രസിന്റെ 11 എംപിമാരുടെയും ചേർത്ത് കുറഞ്ഞത് 433 വോട്ട് രാധാകൃഷ്ണന് ലഭിക്കുമെന്നുറപ്പായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറം 19 വോട്ടുകൾ അധികമായി ലഭിച്ചു. മാത്രമല്ല 15 വോട്ടുകൾ അസാധുവായതും നിർണായകമാണ്. ഇന്ത്യ മുന്നണി വോട്ടുകൾ ചോരുക മാത്രമല്ല, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പല കക്ഷികളുടെയും മുന്നണി മാറ്റത്തിന്റെ സൂചനകളാണ് ഈ ഫലം നൽകുന്നത്. തമിഴ്നാട്ടുകാരനായ രാധാകൃഷ്ണന് തമിഴ്നാട്ടിൽ നിന്ന് DMKയുടേതടക്കം വോട്ടുകൾ ലഭിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അധികം ലഭിച്ച 19ഉം അസാധുവായ 15 ചേർത്ത് 34 വോട്ടുകളാണ് എതിർപക്ഷത്തേക്ക് മറിഞ്ഞതായി അനുമാനിക്കുന്നത്. തമിഴ്നാട്ടിലെ മുതിർന്ന BJP നേതാവും കളകറഞ്ഞ RSSകാരനുമാണ് രാധാകൃഷ്ണൻ. OBCയിൽപ്പെടുന്ന പ്രബല വിഭാഗമായ ഗൗണ്ടർ സമുദായാംഗമാണ് അദ്ദേഹം. 2 വട്ടം കോയമ്പത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഗവർണറായിരുന്നു. തമിഴ്നാട്ടിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഈ നിലയ്ക്ക് രാധാകൃഷ്ണനെ എതിർക്കുന്ന DMKയുടെ നിലപാട് പരക്കെ വിമർശിക്കപ്പെട്ടിരുന്നു. എതിർ സ്ഥാനാർത്ഥിയായി തമിഴ്നാട്ടുകാരെ നിർത്തണമെന്ന് ആവശ്യമുയർന്നെങ്കിലും ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയാക്കിയത് ജസ്റ്റിസ് B. സുദർശൻ റെഡ്ഡിയായിരുന്നു. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പോടെ പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കാനും വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കരുനീക്കവുമായിരുന്നു BJPയുടെ ലക്ഷ്യം. അത് ഏറെക്കുറെ വിജയിച്ചെന്നാണ് വിലയിരുത്തൽ. സമീപകാലത്ത് തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാനായി വലിയ ശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ പോലും ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ നിന്നുള്ള തിരുവാടുത്തുറൈ അധീനത്തിൽ ചെങ്കോൽ പാർലമെന്റിൽ സ്ഥാപിച്ചതും മുരുക ഭക്തരുടെ സമ്മേളനം, കാശി തമിഴ് സംഗമം, ചോള രാജവംശവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിലുള്ള നീക്കങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, വരാനിരിക്കുന്ന നിരവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഫലം BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. രാധാകൃഷ്ണന്റെ വിജയം തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്നും AIDMKയുമായി സഖ്യമുണ്ടാക്കി ഭരണം പിടിക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. തമിഴ്നാടിനെ ഉപരാഷ്ട്രപതിയാക്കിയെന്ന പ്രചാരണം BJPക്ക് അവിടെ രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നും വിലയിരുത്തലുണ്ട്. ഉപരാഷ്ട്രപതി പോലെ നിർണായക തിരഞ്ഞെടുപ്പിൽ തമിഴനെ തോൽപ്പിക്കാൻ DMK വോട്ട് ചെയ്തെന്നും ആരോപിക്കാനാകും. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ച BJP കഴിഞ്ഞ ഏതാനും വർഷമായി ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ നടപടികൾ എടുത്തത് തമിഴ്നാട്ടിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച, ലോക്സഭയിൽ ചെങ്കോൽ സ്ഥാപിക്കാൻ തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനം ഉൾപ്പെടെ ചില പദവികളുടെ കാര്യത്തിൽ സംസ്ഥാനത്തെ ഗൗണ്ടർ വിഭാഗത്തെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ വ്യക്തം. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നതോടെ പ്രതിപക്ഷ സഖ്യം ദുർബലമാണെന്ന വാദം ഉയർത്തിക്കാട്ടാൻ BJPക്ക് വഴിയൊരുങ്ങി. NDA സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണയുടെ തെളിവായി വിജയത്തെ വ്യാഖ്യാനിക്കാനും BJP താൽപ്പര്യപ്പെടുന്നുണ്ട്. ബീഹാർ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വ്യാഖ്യാനത്തിന് പ്രാധാന്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ, അതായത് ഇന്ത്യ സഖ്യം, അതിൽ നിയന്ത്രിക്കാൻ ഒരാളില്ല എന്നുള്ളത് എല്ലാ പാർട്ടികളെയും വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മമതാ ബാനർജിയുടെ പാർട്ടിയും ഒക്കെ അതിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരവസ്ഥയുണ്ടായത്. പക്ഷേ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അതിൻ്റെ തലപ്പത്ത്. ഇപ്പോൾ BJP കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ആ മുന്നണിക്കില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ആ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടണം, തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ജനങ്ങളെ, അത് ഇപ്പോൾ ഒരു വ്യക്തിയോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ല ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് ഇതുവരെ രാഹുൽ ഗാന്ധി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മോദി എന്ന വ്യക്തിപ്രഭാവത്തെയാണ് രാഹുൽ ഭയപ്പെടുന്നത്. അതായത് ലോകരാജ്യങ്ങൾക്ക് മോദിയുടെ ഒരു പിന്തുണ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മോദിയോടുള്ള ഒരു പിന്തുണ, ഇതൊക്കെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനപ്പെടുത്തുന്നുണ്ട്. ഒരു വ്യക്തി എന്നതിനപ്പുറം
രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ സ്നേഹിച്ച് ഒരുപക്ഷെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിനൊക്കെ വലിയ നേട്ടങ്ങളുണ്ടായേനെ തിരഞ്ഞെടുപ്പുകളിൽ. പക്ഷെ അങ്ങനെയല്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ പട്ടായയിലേക്കോ വിയറ്റ്നാമിലേക്കോ പോയി അത് ആഘോഷിക്കുക. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചപ്പോൾ പോലും രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാണ്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ബീഹാറിൽ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ എത്തിയ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ വരെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതൊക്കെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരത് പ്രചാരണ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മ, ഇനി ആരുടെ അമ്മയാകട്ടെ, ഒരു മുതിർന്ന ഒരു സ്ത്രീയെ അപമാനിക്കുക എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിയാണെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് നയിക്കാൻ അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിൽ നമ്മൾ കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ചില ജില്ലകളിൽ കോൺഗ്രസിന് ആധിപത്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ലെങ്കിലും വയനാട് വന്ന് മത്സരിച്ച് MP ആകാനും അതുപോലെ അനിയത്തിയെ കൊണ്ടുവന്ന് വയനാട് നിർത്തി മത്സരിപ്പിക്കാനും ഒക്കെ കഴിയും. ഇവർക്ക് ധൈര്യമായി ഒരു പിന്നെ കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കാൻ പേടിയാണ്. കാരണം ഇവർ ജയിക്കില്ല എന്ന് 100% ഉറപ്പ് ഇവർക്കുണ്ട്. ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പോഴും ഇന്ത്യ മുന്നണിയിലെ വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് കിട്ടിയെന്നിപ്പോൾ ഇപ്പോൾ ചില ഭാഗത്തുനിന്ന് ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ചിലരെ ഈ ഇന്ത്യ മുന്നണിക്ക് വോട്ട് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷം നിർത്തുന്ന ആൾക്ക് വോട്ട് കിട്ടാതിരിക്കാൻ പലരും അവരുടെ വോട്ടിനെ അസാധുവാക്കി. അപ്പോൾ പ്രതിപക്ഷം വലിയ ദുർബലമാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങളാണ് ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് അതൊരു വലിയ കരുത്തായി മാറി. കേരളത്തെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപി ഒക്കെ സംബന്ധിച്ചിടത്തോളം പുലിക്കളിയൊക്കെ തൃശ്ശൂരുകാരുടെ ഒരു പൂരവും പുലിക്കളിയൊക്കെ തൃശ്ശൂരുകാരുടെ ഒരു വികാരമാണ്. അപ്പോൾ ആദ്യമായി കേന്ദ്രത്തിൽ നിന്ന് പുലിക്കളിക്കാർക്ക് 24 ലക്ഷം രൂപ, അതായത് 3 ലക്ഷം രൂപ വച്ച് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭം, ഇപ്പുറത്ത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, ഇതൊക്കെ കണ്ടിരിക്കുന്ന ജനങ്ങൾ ഇനി ആര് എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു കാരണവശാലും BJPയെ അവർ തിരഞ്ഞെടുക്കില്ല എന്ന അന്തം കമ്മികളും കൊങ്ങികളും ഒക്കെ പറയുമ്പോഴും BJPക്ക് BJPയുടേതായ ഒരു നിലപാടുണ്ടാക്കാനും ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനും അതായത് CPM ഒക്കെ അവരുടെ കരട് നയത്തിൽ പറയുന്നത് അവർ വിചാരിക്കുന്നതിനും അപ്പുറം BJP വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ BJPയെ ഭയന്നാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. BJP പറയുന്നത് കൃത്യമായി അനുസരിക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. അതവർ കൃത്യമായി ഇതുവരെ പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കില്ല എന്നുള്ള ഒരു കാര്യത്തിൽ സംശയം വേണ്ട. കാരണം രാഹുലിന് ഇപ്പോഴും പക്വത വന്നിട്ടില്ല. മോദി വെറുപ്പ് മാത്രമാണ് രാഹുലിൻ്റെ ഏക അജണ്ട. ഇന്ത്യയില്ല, ഇന്ത്യയിലെ ജനങ്ങളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.